നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രേണു സുധി പ്രശ്നമാണ് ഇപ്പോൾ പ്രശ്നം. രേണുവും കിച്ചുവും തമ്മിലുള്ള ഒരു ചെറിയൊരു ഭിന്നിപ്പ്, അതിനെപ്പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. രേണുവിൻ്റെ ഒരു വീഡിയോ ഇതിന് മുൻപ് ഒരു 2 ദിവസം മുമ്പ് ചെയ്തതാണ്. രോഗശൈലിയിലായി കിടക്കുന്ന രേണു അവിടുന്ന് രോഗമൊക്കെ മാറിയിട്ട് പിന്നെ സുവിശേഷ പ്രഘോഷകമായിട്ട് പോകുന്ന ഒരു കാര്യമൊക്കെ രേണു പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി രേണു ഉറങ്ങുമ്പോഴും ഒക്കെ കാണുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് രേണുവിൻ്റെ ചാനലിൽ തന്നെ ഒരു ഇതിട്ടിരുന്നത്. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവും രേണുവും തമ്മിലുള്ള പ്രശ്നമാണ്. കിച്ചുവിനെ കാണാൻ പോകാത്തത് എന്താണെന്ന് ചില ആളുകൾ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് കിച്ചു പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യൂട്യൂബർ കിച്ചുവിനോട് പറയുന്നുണ്ട്, നീ ആരെയും ബോധിപ്പിക്കാനായിട്ട് പോകുമൊന്നും വേണ്ട, നിനക്ക് നിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നീ എനിക്ക് കാണുന്നുണ്ടെങ്കിൽ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് കിച്ചുവിനോട് ഒരു ഉപദേശം കൊടുക്കുന്നു. കിച്ചു തുടർന്ന് അത് കണ്ടതിന് ശേഷം കിച്ചു മറുപടി പറയുന്നുണ്ട്. ആദ്യം നമുക്ക് ആ വോയിസ് ക്ലിപ്പ് ആ യൂട്യൂബർ കിച്ചുവിനോട് പറയുന്നത് എന്താണെന്ന് നോക്കാം. അതിനുശേഷം കിച്ചു എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. പോവാൻ തീരുമാനിച്ചു, വിഷമമുള്ളവരുടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്, നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞ് അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു ഞാനൊരു കാര്യം ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം, ഓക്കെ. അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമന്റ് വഴിയിലും പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം, ഓക്കെ. അല്ലാണ്ട് ബാക്കിയുള്ളാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല കിച്ചു, മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയല്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്, അമ്മേൻ്റെ വില എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഇന്നെ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, കുറേ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. കണ്ടല്ലോ. അപ്പോൾ കിച്ചു അതിന് മറുപടിയായിട്ട് കിച്ചുവിനെ ടാബ് എടുത്ത് ഓൺ ചെയ്യുന്നു. അതിൽ രേണുസുധിയുടെ ഒരു വീഡിയോ, കാരണം ആ വീഡിയോ കണ്ടിട്ട് കിച്ചു ഉറങ്ങിയിട്ടില്ലെന്ന് പറയുന്നു. കാരണം അവൻ്റെ സമാധാനം പോയി. അപ്പോൾ ഞാനിതിൽ കിച്ചുവിനെ വെള്ളം പൂശാനും പറയില്ല, എന്നാൽ രേണുസുധിനെ കുറ്റപ്പെടുത്താനും പറയില്ല, എന്നാൽ രണ്ടാളടുത്തും പ്രശ്നമുണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനെ ഈ വീഡിയോ എടുത്ത് പബ്ലിഷാക്കിയപ്പോൾ ചാനലുകൾ, അതായത് യൂട്യൂബ് ചാനലുകൾ എല്ലാവരും അറിഞ്ഞു. ഇന്ന് രാവിലെ അത് വെച്ചിട്ടാണ് റിയാക്ഷൻ ചെയ്തത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, കുറേ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാത്ത. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണേലും ഇപ്പം മിക്ക പിള്ളേരാണേലും പോലും കണ്ടില്ലേ? അപ്പം ഇതാണ് കിച്ചു അമ്മേനെ കാണാൻ പോകാതെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കിച്ചു പറഞ്ഞത്. വളർത്തി വലുതാക്കിയ മകനാണ് ഞാൻ. രേണുസുധി വളർത്തി വലുതാക്കിയ മകൻ തന്നെയാണ് ഞാൻ. സംഭവം ശരിയൊക്കെയാണ്. അപ്പം ഇതിൽ ആരുടെടുത്താണ് കുറ്റം, ആരുടെടുത്താണ് ശരി എന്നൊന്നും പറയാൻ പറ്റില്ല. രണ്ടാളുടെടുത്തും അവരുടേതായ ഭാവങ്ങളുണ്ട്. അപ്പം രേണുസുധി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇവൻ്റെ ചില കാര്യങ്ങളൊക്കെ രേണുസുധിക്ക് അറിയാം. അതായത് തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ വേറെ 1-2 സ്ഥലങ്ങളൊക്കെ പറഞ്ഞു. ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഈ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള പോലീസുകാർ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയും, കിച്ചു എങ്ങനെയുള്ള ആളാണെന്നും എന്താണെന്നുള്ളത്. അപ്പോൾ രേണു പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എല്ലാ വിവരവും അറിയാം, ഞാനിതുവരെ ഒന്നും പറയാതിരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ഈ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തപ്പം എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാതായി. ഞാൻ ഒരിക്കലും പറയാതിരിക്കാൻ, എനിക്കും അവനും തമ്മിൽ അറിയാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
അത് ഞങ്ങൾ ഡീറ്റെയിൽസ് ആക്കി വെച്ച പ്രശ്നങ്ങളുണ്ട്. എനിക്കൊരു ഈ രേണുസുധീരോടും ഈ കിച്ചുവിനോടും ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്താണിത് ഈ ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾ അമ്മയും മകനും തമ്മിലുള്ള പ്രശ്നം ഇതിങ്ങനെ ചളവാക്കി ഇങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? അപ്പോൾ എനിക്ക് രേണുസുധീരോട് പറയാനുള്ളത്, രേണുസുധി ഇപ്പോൾ ഒരു രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരാളാണ്. ഇനി അഥവാ ഇവൻ എന്തെങ്കിലും തെറ്റോ ഇവൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ രേണുസുധി തൽക്കാലം അത് ക്ഷമിക്കണ്ടേ. രേണുസുധി ഒരു സുഖമില്ലാത്തൊരു മനുഷ്യത്തെയാണ്. അത് രേണുസുധി ഈ വീഡിയോ ചെയ്യുന്നത് രാത്രിയിലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗമായി കിടക്കുന്ന ഒരാൾ ആ രോഗം മറന്നിട്ട് വേഗം ചാടി എണീറ്റ് രാത്രിയിൽ ഈ വീഡിയോ ചെയ്യാനും കിച്ചുവിനോട് പ്രതികാരം വീട്ടാനും എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം പോകുന്നത്? നിങ്ങൾ ഈ അമ്മയും മകനും കൂടി തമ്മിൽ അങ്ങോട്ടും കൂടി ഈ പരസ്പരം ചെളി വാരി എറിയരുത്. ആളുകൾ അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ചിരിക്കാനും റിയാക്ഷൻ വീഡിയോ ചെയ്യാനും ഒരുപാട് ആളുകളുമുണ്ട്, ചാനലുകാരും ഉണ്ട്, ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ നേരെയുള്ള രീതിയിൽ പോവാം. എനിക്കിപ്പം കിച്ചു നല്ലതാണെന്നും ഞാൻ പറയുന്നില്ല, രേണുസുധി നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. രണ്ടാൾക്ക് അവരുടെ ഭാഗത്തുള്ള തെറ്റുകളുണ്ട്. പക്ഷേ അതൊക്കെ കൊണ്ടുവരാതിരിക്കുകയാണ് പുറത്ത് ചിക്കിച്ചകഞ്ഞ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോശമാണ്. ഇനി രേണുസുധിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുധി ഈ കിച്ചുവിൻ്റെ ഒരുപാട് വിവരങ്ങൾ രേണുസുധിക്ക് അറിയാം. അപ്പോൾ അതും ആ കിച്ചു പറയിപ്പിക്കാതിരിക്കുകയാണ് കിച്ചുവിന് നല്ലത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഉള്ള ഈ ഒരു പോട്ടാപോട്ടി പരിപാടി ഉണ്ടല്ലോ, അത് ഇനിയെങ്കിലും നിർത്തുക. കാരണം രേണുവിന് അസുഖം എന്നുള്ള വിവരം നമുക്കൊക്കെ അറിയാം. പിന്നെ അത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിലത് പറയാനുണ്ട്. ഈ രേണുസുധീൻ്റെ ഈ അസുഖത്തെ പറ്റിയിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവർ 15ാമത്തെ വയസ്സിലാണ് ഈ മുഴ കണ്ടിരുന്നു പറയുന്നത്. 15ാമത്തെ വയസ്സിലൊന്നുമില്ല, ഈ അടുത്ത കാലത്തങ്ങാണ്ടാണ് ഈ മുഴ കണ്ടത്. ഇനി 15ാമത്തെ വയസ്സിൽ രേണുസുധീനോട് ഈ ഡോക്ടർ നിനക്ക് ക്യാൻസറാണ്, നീ ആരോടും പറയേണ്ടെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുമോ? ഏതൊരു ഡോക്ടറായാലും ഒരു 15 വയസ്സായ 20 വയസ്സായതോ 40 വയസ്സായ ഒരാൾക്ക് അല്ലെങ്കിൽ 60 വയസ്സായ ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, ഈ ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ അത് ആ വ്യക്തിനെ വിളിച്ചിട്ട് ഒരിക്കലും നേരിട്ട് പറയത്തില്ല. അവരുടെ റിലേറ്റീവ്സ്, അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഫാമിലികളിൽ ആരെങ്കിലും ഉണ്ട്, അവരോട് പറയും, വേണ്ടത്ര ചികിത്സ ചെയ്യാനായിട്ട് പറയും, അങ്ങനെ പറയത്തുള്ളൂ. അപ്പോൾ ആ രേണുവിൻ്റെ അതൊരു ചെറിയൊരു കുഞ്ഞു നുണയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുണ്ട്. ഇനിയിപ്പോൾ ഇപ്പം സായി കൃഷ്ണ രംഗത്ത് വന്നിട്ടുണ്ട്. രേണുവിന് കുറച്ച് കൈ അറിഞ്ഞ് അകമഴിഞ്ഞ് പണമൊക്കെ കൊടുത്ത ആളാണ്. എത്ര തുക കൊടുത്തതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇപ്പം ഈ കൃഷ്ണ രംഗത്ത് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം രേണുസുധിയുടെ ഒരു വീഡിയോ ചെയ്യാനും ഒരു താല്പര്യമില്ല. അങ്ങനെ ഈ അസുഖശൈലിയിൽ രോഗശൈലിയിൽ കിടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇന്നത്തെ എന്താ പറയുക, മോണിറ്റേഷൻ ചാനൽ ഓണായി കിടക്കുന്നില്ല. കാരണം അതിൽ നിന്ന് എനിക്കൊരു വരുമാനം വേണ്ട. രേണുസുധിയുടെ ഈ വീഡിയോ വെച്ചിട്ട് എനിക്കൊരു വരുമാനം വേണ്ട. ഇങ്ങോട്ട് ഞാൻ വരുമാനം ചെയ്യത്തില്ല, ഈ ഒരു വീഡിയോ ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. എന്നിട്ട് ഞാൻ പറയട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അന്ന് ആ പൈസ കൊടുത്തതിൻ്റെ ശേഷം സായി ഒരു ചാനലായിട്ട് ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് സായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സായി കൃഷ്ണ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കിപ്പോൾ ഞാൻ പൈസ കൊടുത്തു, പക്ഷേ എന്നാൽ അവർ സുഖം പ്രാപിച്ച് വീണ്ടും ഈ റീൽസും പിന്നെ ഈ ഷോർട്ട് ഫിലിമും ഒക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അവരെ പറ്റി തെറ്റായ രീതിയിൽ വിമർശിക്കാം. അങ്ങനെ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു മനസാക്ഷി വെച്ച്, അങ്ങനത്തെ ഒരു മനസ്സുതി വെച്ചിട്ടാണ് സായി പൈസ കൊടുത്തതെന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും സായി പറയുന്നത് വർത്തമാനം നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം. വീഡിയോ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഇനി ഈ ഒരു രേണുസുധി കോണ്ടൻറ്റിൻ്റെ അകത്ത് നിന്നിട്ട് പൈസ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പൈസ ഉണ്ടാക്കില്ല. ഓക്കെ, അത് ഞാൻ അന്നേ തീരുമാനിച്ചതാണ്. അഭിപ്രായമൊക്കെ പറഞ്ഞു പോവും, ദാറ്റ്സ് ഇറ്റ്. അതിനപ്പുറം ഇതൊന്നൊരു മോണിറ്ററി ബെനിഫിറ്റ് സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞ ചാനലിൽ വേണ്ട. കിച്ചു ആൻഡ് രേണു, ഈ ടോപ്പിക്ക് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചർച്ചയിലുണ്ട്. ഞാൻ ഇതെടുത്ത് വെച്ചൊന്നും പറയാതിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഓൾറെഡി ഈ വിഷയങ്ങൾ ഇനി സംസാരിക്കാൻ അത്ര താല്പര്യമൊന്നുമില്ല. അവർ അമ്മ മകൻ എൻഡ് ഓഫ് ദ ഡേ ആ ഒരു ബോണ്ട് അവിടെ ഉണ്ടാവും. അവരങ്ങനെ അങ്ങോട്ട് ഓക്കെ ആയിട്ട് പോവും. ഈ ഒരു രോഗം എന്ന് പറഞ്ഞ ഈ ഒരു സിറ്റുവേഷൻ അത് ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു പീസ് ഓഫ് മൈൻഡ് അവർക്ക് കിട്ടേണ്ട ഒരു സമയമാണ്. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്, ഇത് ഭയങ്കര വേഴ്സ്റ്റ് സിനാരിയോയ്ക്കാണ് ഈ സംഗതികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഐ ഡോണ്ട് നോ കിച്ചു ഇപ്പോൾ വന്ന് എന്തിനാണ് ഈ ഒരു വീഡിയോ ചെയ്തതെന്നുള്ളത്. വെരി ഹോണസ്റ്റ്ലി എനിക്ക് ഒരു പിടുത്തവും എനിക്കില്ല. മേ ബി
രേണു അവിടുന്ന് കിച്ചുവിനെ കാണണം എന്നുള്ളൊരു വീഡിയോ ആദ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കിച്ചു വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കുറേയൊക്കെ മിസ്ലീഡിങ് ആയിപ്പോയി. ആ വീഡിയോ ആക്ച്വലി കീമോടെയൊക്കെ മുന്നേ, അതായത് ഒരു വട്ടം രേണു എന്നെ വിളിച്ച് സംസാരിച്ച സമയത്ത് ഇങ്ങനെ കിച്ചുവിനെ കാണണം എന്ന് പറഞ്ഞു. എനിക്ക് ആ സമയത്താണ് ഞാൻ എന്നിട്ട് പേഴ്സണലി കിച്ചുവിനെ വിളിച്ചിട്ട് അമ്മയല്ലേ പോയി കാണടാ, പ്രശ്നങ്ങളൊക്കെ കാണും, അതൊക്കെ മനസ്സിൽ വെച്ചോ, സീനൊന്നുമില്ല, കാരണം മനുഷ്യന്മാരാണ്, മാറുമ്പോഴേ മാറും, അപ്പോൾ വേറെ ആൾക്ക് പറഞ്ഞ് മാറ്റിക്കാനൊന്നും പറ്റില്ല. ബട്ട് സ്റ്റിൽ ആ രോഗത്തിനെ റെസ്പെക്റ്റ് ചെയ്യുക, ആ സിറ്റുവേഷനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നൊക്കെ ഞാനും അവനോട് പറഞ്ഞ് അങ്ങനെ ലൈക്ക്. പിന്നെ ഒരുപാട് പ്രഷർ അവൻ്റെ മേത്തുണ്ടായിരുന്നു രേണുവിൻ്റെ ഒരു വീഡിയോയ്ക്ക് ശേഷം. അത് കഴിഞ്ഞിട്ട് അവനൊരു വീഡിയോ ഇടുന്നു, എല്ലാവരും പറഞ്ഞതുകൊണ്ട് ഞാൻ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഈ ആളുകൾ ഒരുപാട് ആളുകൾ ഇത് ഇങ്ങനെ ചിക്കിച്ചകഞ്ഞ് ഇതെന്താണ് ഏതാണെന്ന് ചോദിക്കാനായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം രേണു കുറച്ച് നീ ഇപ്പം ഒരു അസുഖം ആയിട്ട് കിടക്കുന്ന ഒരു മനുഷ്യത്തിയാണ്. അപ്പോൾ നീ അഥവാ കിച്ചു പറഞ്ഞെങ്കിൽ തന്നെ അവനോട് വിളിച്ച് സ്വകാര്യമായിട്ട് ചോദിക്കുകയോ, അതായത് എന്തിനാടാ മോനെ പുറത്ത് പറഞ്ഞതെന്ന് ചോദിക്കുക. കിച്ചുവിനോട് എനിക്ക് പറയാനുള്ളത്, കിച്ചു രേണു നിന്നെ ഇത്ര വളർത്തി വലുതാക്കിയാണ്. അപ്പോൾ നീ അവരെ കുത്തി നോക്കുന്ന രീതിയിൽ ഇപ്പം നീ സമൂഹത്തിലൊന്നും സംസാരിക്കരുത്, മനസ്സിലായില്ലേ? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അവിടെ കഴിഞ്ഞു. അത് ഈ കുടുംബ പ്രശ്നമാണ്, അത് വ്യക്തിപരമായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നമാണ്. അതിങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ കൂടി വന്നിട്ട് പാടി കുട്ടി ഘോഷിച്ച് മറ്റുള്ളവരെ അറിയിച്ച് എന്നിട്ട് അവർ കുറേ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് കമൻറ്റ് പറയുന്നു, പോസിറ്റീവായിട്ട് കമൻറ്റ് പറയുന്നു. രേണു സുധിക്ക് അതേപോലെ പോസിറ്റീവായിട്ട് കമൻറ്റ് പറയുന്നു, നെഗറ്റീവായിട്ട് കമൻറ്റ് പറയുന്നു. രേണു സുധിനോട് എനിക്കൊരു കാര്യം പറയാം, നിങ്ങളുടെ കഴിഞ്ഞ കാലം എങ്ങനെയോ ആയിക്കോട്ടെ, ഇപ്പോൾ നിങ്ങളോട് ആൾക്കാർക്ക് ഒരു ബഹുമാനമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അവസ്ഥ അങ്ങനെയാണ്, ഒരു ക്യാൻസർ രോഗിയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ആളുകൾക്കുള്ളൊരു ബഹുമാനമുണ്ട്, അത് നിങ്ങൾ കളഞ്ഞു കുടിക്കരുത്. അതുപോലെ എനിക്ക് കിച്ചുവിനോട് പറയാനുള്ളത്, നിനക്ക് അമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലത് സോൾവ് ചെയ്തിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് ജീവിച്ച് പോകേണ്ടതാണ്. കിച്ചുവിന് 10-20 വയസ്സായില്ലേ കിച്ചു? ഇനിയെങ്കിലും കിച്ചുവിന് ഒന്ന് ആലോചിക്കാനുള്ള ഒരു ബുദ്ധിയും ഒരു വകതിരിവും വേണം. എപ്പോഴും ഇങ്ങനെ അവരുടെ അവസ്ഥ അറിയാമല്ലോ. അതുപോലെ തന്നെ രേണു സുധിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു അമ്മാവൻ യൂട്യൂബർ രംഗത്ത് വന്നിട്ടുണ്ട്. കിച്ചുവിൻ്റെ ഭാഗത്താണ് ഫുൾ തെറ്റെന്നും രേണു സുധിയുടെ ഭാഗത്താണ് ശരിയെന്നും പറഞ്ഞിട്ട് അമ്മാവൻ വന്നിട്ടുണ്ട്. അമ്മാവൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പിന്നെ കാണിക്കാം. അടുത്തത് എങ്ങനെയാണെന്നുള്ളത് അറിയട്ടെ, ഇന്നത്തെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അമ്മാവൻ ആരാന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അമ്മാവനെ ഞാൻ പരസ്യമായിട്ട് കാണിച്ചു തരാം, മനസ്സിലായില്ലേ? അപ്പം ഈ അമ്മാവനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, അമ്മാവ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ശേഷം ഈ അമ്മാവൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ശേഷം ഒന്ന് പറയാം. കഴിഞ്ഞ പ്രാവശ്യം അമ്മാവൻ ഈ കിച്ചുവിനെ തെറി വിളിക്കുന്നുണ്ട്. കാര്യം വലിയ സീരിയസ് തെറിയില്ല, എന്നാലും നായിൻ്റെ മോനെന്നാണ് വിളിക്കുന്നത്. അമ്മാവൻ ഒരു കാര്യം വിചാരിക്കണം, അമ്മാവൻ്റെ ചിലവിലല്ല കിച്ചു കഴിയുന്നത്, മനസ്സിലായില്ലേ? രേണുസുധിയും കഴിയുന്ന അമ്മാവനൊരു 10 പൈസ കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ അവരുടെ കയ്യിലെ പൈസയായിട്ടും പിന്നെ രേണുസുധി ഇപ്പോൾ കഴിയുന്നത്, ഇപ്പോൾ ആൾക്കാർക്ക് സഹായിക്കുന്നുണ്ടാവും ഇപ്പോൾ ഈ അസുഖത്തിൻ്റെ അവസ്ഥയിലും. എന്നാലും അവർ കഴിഞ്ഞ കാലം റീൽസായിട്ടും അതും ഇതൊക്കെ ഒക്കെ ആയിട്ട് അവർ കുറേ ജീവിച്ചതാണ്. അപ്പോൾ അമ്മാവൻ വർത്തമാനം പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്കൊരു മനസ്സിലാവും, നിങ്ങളുടെ ഊമ്പിയ ചിരി എന്നുള്ള ചിരിയും ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് പിന്നെ നിങ്ങളോട് വലിയൊരു മതിപ്പ് തോന്നുന്നുണ്ടെന്നുള്ള. പക്ഷേ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, രണ്ടാളുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇപ്പോൾ അവിടെ ആരും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലായില്ല? തെറ്റ് ചെയ്യാത്ത ആരുമില്ല. ഇപ്പോൾ ഞാനായാലും തെറ്റ് ചെയ്യും, ഒരു ചെറിയ നുണ പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്. ഒരാളുടെ 1 രൂപ എടുത്താലും അത് തെറ്റ് തന്നെ. അപ്പം തെറ്റ് ചെയ്യാത്ത ആരുമില്ല, തെറ്റ് ചെയ്യാത്ത ഒരാളേ ഉള്ളൂ, ദൈവം. അയാൾക്ക് ഒരിക്കലും തെറ്റ് പറ്റത്തില്ല, അയാൾക്ക് ഒരിക്കലും തെറ്റ് ചെയ്യത്തുമില്ല, മനസ്സിലായല്ലോ? ഓക്കെ, ബൈ.